നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടി, ഗായിക, അതിലുപരി ഒരു തികഞ്ഞ ഫൈറ്റർ. നടി മമത മോഹൻദാസിനെ കുറിച്ച് പറയുമ്പോൾ ഈ വിശേഷണങ്ങളെല്ലാം തികച്ചും അനുയോജ്യമാണ്. രൂപത്തിലും ഭാവത്തിലും അഭിനയത്തിലും തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ മമത ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച കഥ നമ്മെ ഒരേ സമയം കരയിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. തന്റെ 24-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി എത്തിയ ആ ദുരന്തത്തെക്കുറിച്ചും മരണത്തിന് കീഴടങ്ങാൻ തീരുമാനിച്ച ആ നിമിഷത്തെക്കുറിച്ചും മമത തന്നെ മനസ്സ് തുറക്കുന്നു. പേജ് 3 സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. സിനിമയിൽ തിരക്കായി വരുന്ന സമയത്താണ് മമതയെ തേടി ആ വാർത്ത എത്തുന്നത്. ഹോഡ്കിൻസ് ലിംഫോമ എന്ന അർബുദം. ഡയറ്റും വ്യായാമവും കൃത്യമായി പാലിച്ചിരുന്ന തനിക്ക് എങ്ങനെ ഈ രോഗം വന്നു എന്നത് മമതയെയും സുഹൃത്തുക്കളെയും ഒരുപോലെ ഞെട്ടിച്ചു. ആദ്യ ഘട്ടത്തിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയെങ്കിലും 2014 രോഗം വീണ്ടും അതീവ ശക്തമായി തിരിച്ചു വന്നു. കീമോയും റേഡിയേഷനും നൽകിയ ശാരീരിക വേദനകൾ മമതയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ വേദനകളിൽ നിന്ന് മോചനം ലഭിക്കാൻ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് മരണത്തിന് വേണ്ടിയായിരുന്നു എന്ന് മമത പറയുമ്പോൾ ഏതൊരു മലയാളിയുടെയും ഉള്ളൊന്ന് ദിങ്ങും. പലരും പ്രതീക്ഷ കൈവിട്ട സമയത്താണ് അമേരിക്കയിൽ നിന്നുള്ള ആ ഒരു അവസരം മമതയെ തേടിയെത്തുന്നത്. അർബുദത്തിനെതിരെയുള്ള ഒരു പുതിയ പരീക്ഷണ ചികിത്സയായ ഇമ്മ്യൂണോതെറാപ്പി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 22 പേരെയാണ് ഈ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. അതിൽ അമേരിക്കൻ വംശജയല്ലാത്ത ഒരേ ഒരു വ്യക്തിയും ഏറ്റവും പ്രായം കുറഞ്ഞ ആളും മമതയായിരുന്നു. ഒരു പരീക്ഷണ വസ്തുവാകാൻ തയ്യാറായി അമേരിക്കയിലേക്ക് പോയ ആ തീരുമാനം മമതയുടെ ജീവിതം മാറ്റിമറിച്ചു. 8 വർഷമായി ആ ചികിത്സയിലൂടെ അർബുദത്തെ പൂർണ്ണമായും തോൽപ്പിച്ച് മമത ഇതാ ഇന്ന് നമുക്ക് പൂർവാധികം ശക്തിയായി മുന്നിലുണ്ട്. ഈ പോരാട്ടത്തിൽ മമതയ്ക്ക് താങ്ങും തണലുമായി നിന്നത് അവരുടെ മാതാപിതാക്കളാണ്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് തനിക്ക് ആ ചികിത്സാ അവസരം ലഭിച്ചതെന്ന് മമത ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ബസൂക്ക പോലെയുള്ള വലിയ ചിത്രങ്ങളിലൂടെ മമത വീണ്ടും സജീവയായപ്പോൾ ഈ അതിജീവനത്തിന്റെ കഥ ലോകമെമ്പാടുമുള്ള ക്യാൻസർ രോഗികൾക്ക് വലിയൊരു പ്രചോദനമാണ്. 2026 എത്തി നിൽക്കുമ്പോഴും ഈ ചികിത്സയുടെ ഓരോ ഘട്ടവും മമത ഓർത്തെടുക്കുന്നത് വലിയ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ഇനി എന്ത് തന്നെ വന്നാലും നേരിടാനുള്ള കരുത്ത് തനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് അവർ ആത്മവിശ്വാസത്തോടെ പറയുന്നു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടും തോറ്റുകൊടുക്കാതെ പോരാടിയ മമത മോഹൻദാസ് ഒരു അത്ഭുതം തന്നെയാണ്. തനിക്ക് ലഭിച്ച ഈ 2ാം ജന്മം മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകാൻ കൂടിയാണെന്ന് മമത തെളിയിച്ചു കഴിഞ്ഞു. മമതയുടെ ഈ കരുത്തുറ്റ തിരിച്ചുവരവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ അഭിപ്രായമായി കോമന്റ് ചെയ്യണേ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വിശേഷങ്ങൾക്കും പ്രചോദനാത്മകമായ കഥകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.